ഹലോ, വെൽക്കം ടു സൂത്തിങ്കർ. സയൻസ് പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ് മനുഷ്യൻ പരിണമിച്ചത് കുരങ്ങിൽ നിന്നാണെന്ന്. അത് ശരിയാണോ? എന്താണ് കുരങ്ങ് അല്ലെങ്കിൽ മറ്റ് പ്രൈമേറ്റ്സുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധം? നമുക്കത് അനലൈസ് ചെയ്യാം. നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കൂ. ഇതിൻ്റെ അകത്ത് ഏകദേശം കൃത്യമായിട്ടൊരു ബ്രാഞ്ചിങ് ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു അവയർനെസ് വഴിയായിട്ട് കേൾക്കുന്നുണ്ട് മനുഷ്യൻ കുരങ്ങിൽ നിന്നല്ല, പക്ഷേ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് കുരങ്ങും മനുഷ്യനും പരിണമിച്ചതെന്നത്. അതിൻ്റെ വസ്തുത എന്താണെന്ന് നോക്കാം. സയൻസ് പറയുന്നതനുസരിച്ച് ഒരു ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു, കുരങ്ങിനോട് സാമ്യമുള്ള എന്നാൽ നാലുകാലിൽ നടക്കുന്ന രീതിയിലുള്ള മരത്തിലും നിരത്തുമായി ജീവിക്കുന്ന ഒരു കോമൺ ആൻസിസ്റ്റർ. കൃത്യമായിട്ട് ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയില്ല, എങ്കിലും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു. ഏകദേശം 25 തൊട്ട് 30 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ഇവർ ജീവിച്ചിരുന്നത്. അവിടെ നിന്ന് മരത്തിൽ ജീവിച്ചിരുന്നവരും താഴെ ഇറങ്ങി മരത്തിലുമായിട്ട് ജീവിച്ചിരുന്നവരുമായിട്ടുള്ള വ്യത്യാസം സംഭവിച്ചു. ആ മരത്തിൽ ജീവിച്ചിരുന്നവർ പൂർണ്ണമായിട്ട് മങ്കീസ്, നമുക്കിപ്പോൾ കാണുന്ന കുരങ്ങന്മാരെന്നുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, പിക്ചറിൽ കാണാം റീസസ് മക്കാക്ക, അതുപോലെ തന്നെ ലാങ്കർ ഒക്കെ പോലുള്ള സ്പീഷീസുകളായി മാറുകയാണ് ചെയ്തത്. നമ്മൾ കോമൺ ആയിട്ട് കുരങ്ങന്മാരെന്ന് പറയുന്ന വർഗ്ഗങ്ങളായിട്ട് മാറുകയാണ് ചെയ്തത്. അവിടെ നിന്ന് അത്രയും വർഷം മുമ്പ് സംഭവിച്ചൊരു വ്യത്യാസമാണ്, ഒരു വ്യതിയാനമാണ്, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിങ് ആണത്. ആ ബ്രാഞ്ചിങ് വഴി ആ കുരങ്ങന്മാരുടെ അല്ല മങ്കീസിൻ്റെ ആ ഒരു കംപ്ലീറ്റ്ലി ബ്രാഞ്ച് വേറെ വഴിക്ക് പോയി. അവർ മനുഷ്യനുമായിട്ട് പിന്നീട് ഒരു കണക്ഷൻ ഉണ്ടായിട്ടില്ല. അവർ വേറെ രീതിയിൽ ഡെവലപ്പായി പരിണാമം സംഭവിച്ചു. മനുഷ്യൻ്റെ ലീനേജ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബ്രാഞ്ചിങ് വരുന്നത് വേറെ രീതിയിലാണ്. അവിടെ നമുക്ക് എയ്പ്സ്, ഹ്യൂമൻ. ഇതിനകത്ത് പിക്ചർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഏർലി ഏപ്പ് ആൻസിസ്റ്റർ ആയിട്ടുള്ള ഡ്രയോപിത്തക്കസ്, നമുക്കറിയാവുന്ന ഒരു കോമൺ ആൻസിസ്റ്റർ. ഡ്രയോപിത്തക്കസിൻ്റെ രീതികൾ മരത്തിൽ ജീവിക്കുന്നവരായിരുന്നു. എങ്കിലും അവരിൽ ആദ്യം വന്ന ബ്രാഞ്ചിങ് ആണ് നിങ്ങളിപ്പോൾ കാണുന്ന ഒറാങ്ങുട്ടാൻസ്. ആ പിക്ചറിൽ കാണാൻ കൃത്യമായിട്ട് ഒറാങ്ങുട്ടാൻസ് പോലുള്ള ജീവികൾ. കുരങ്ങന്മാരുടെ രീതികൾ തന്നെയാണ്, എങ്കിലും മനുഷ്യനെ പോലെ നാലുകാലിൽ നടക്കുന്നുവെങ്കിലും നിവർന്ന് നിൽക്കാനൊക്കെ ശ്രമിക്കുന്ന രീതിയിലുള്ള ജീവികളാണ് ഒറാങ്ങുട്ടാൻസ്. അവരുടെ ലീനേജിൻ്റെ ആദ്യ ഭാഗത്താണ് റാമപിത്തക്കസ് പോലുള്ള ജീവികളൊക്കെ വരുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ +2 പഠിക്കുന്ന കുട്ടികൾ റാമപിത്തക്കസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ വരുന്നത് ഈ ഫസ്റ്റ് ഡിവിഷൻ, അതായത് ഡ്രയോപിത്തക്കസിൻ്റെ ഒരു ബ്രാഞ്ചിങ് നിങ്ങൾക്ക് കാണാം. ആ ബ്രാഞ്ചിങ് വഴി ഒറാങ്ങുട്ടാൻസിലേക്ക് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ആദ്യ ഭാഗത്താണ് റാമപിത്തക്കസ് ഒക്കെ വരുന്നത്. അങ്ങനെ ഡിവൈഡ് ആയിപ്പോയി ഒറാങ്ങുട്ടാൻസ് അല്ലാതെ ബാക്കിയുള്ള ജീവികളെല്ലാം വീണ്ടും ഡെവലപ്പായി വരുന്നു. ബാക്കിയുള്ള ജീവിയുടെ ലീനേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പല ബ്രാഞ്ചിങ് സംഭവിച്ചിട്ടുണ്ടാകാം, നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഫോസിൽസ് കിട്ടാത്തതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാത്ത ഒരുപാട് സ്പീഷീസുകൾ ഉണ്ടായിട്ടുണ്ടാകാം. കിട്ടിയതനുസരിച്ച് നമുക്കറിയാവുന്നത് അടുത്ത ബ്രാഞ്ചിങ് സംഭവിക്കുന്നത് ഗൊറില്ലാസിൻ്റെ ആണ്. അവിടെ നിന്നുള്ള ഡീവിയേഷൻ, അതായത് ഒറാങ്ങുട്ടാൻസിൻ്റെ ഡീവിയേഷൻ കഴിഞ്ഞ് പിന്നീട് വന്നൊരു ഡീവിയേഷനാണ് ഗൊറില്ല. അല്ലാതെ ഒറാങ്ങുട്ടാൻസും ഗൊറില്ലയൊക്കെ ഒരുമിച്ച് ഒരേ ബ്രാഞ്ചിൽ ഡെവലപ്പായവരല്ല. ആ ഒരു തെറ്റിദ്ധാരണ നമുക്കിവിടെ മാറ്റാം. അത് കഴിഞ്ഞ് വീണ്ടും മുമ്പിലേക്ക് വരുവാണ്. ഗൊറില്ലാസിൻ്റെ ബ്രാഞ്ചിലല്ല ചിമ്പാൻസി വരുന്നത്. കുറേ കഴിഞ്ഞ് വരുന്ന വേറൊരു പുതിയ ബ്രാഞ്ചിങ് ആണ് ചിമ്പാൻസികളുടെ ബ്രാഞ്ചിങ്. കുരങ്ങന്മാരുടെ രീതികളുള്ള ചിമ്പാൻസി പോലുള്ള എയ്പ്സ് എല്ലാം വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ മനുഷ്യൻ രീതിയിലുള്ള ഹ്യൂമൻ ലൈനാണ് അവിടെ ഡെവലപ്പായി വരുന്നത്. ഒന്ന് ആസ്ട്രലോപിത്തക്കസ്, അവിടെ നിന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സ്പീഷീസുകൾ വരുന്നുണ്ട്. പിന്നെ ഹോമോ ഹാബിലസ്, അപ്പോഴത്തേക്കും ഹോമോ എന്നുള്ളൊരു ജീനസിലേക്ക് കയറി. പിന്നെ കുറേ സ്പീഷീസുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഹോമോ ഇറക്റ്റസ് വരുന്നു. പിന്നെ ഹോമോ നിയാൻഡർതാൽസ് വരുന്നു. ഫൈനലി ഹോമോ സാപ്പിയൻസിലേക്ക് വരുന്നു. ഇതാണ് ആദ്യ ഭാഗത്ത് പറയാനുള്ളത്. ഹ്യൂമൻ ഇവല്യൂഷൻ്റെ ബ്രാഞ്ചിങ് ട്രീ അല്ലെങ്കിൽ പ്രൈമേറ്റ്സിൻ്റെ ബ്രാഞ്ചിങ് ട്രീ ആണ് പ്രോപ്പറായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ പിക്ചർ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഓരോ ബ്രാഞ്ചിങ്ങിൻ്റെയും ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഏത് ഇയർ എത്ര വർഷം മുമ്പാണെന്നുള്ള കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. 25 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ആദ്യമായിട്ട് ഒരു കോമൺ ആൻസിസ്റ്റർ അവിടെ നിന്ന് മങ്കീസ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണുന്ന മങ്കീസ്, പിന്നെ ഏപ്പിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ ലീനേജ് ഡിവൈഡ് ആവുന്നത്. പിന്നെ ഒറാങ്ങുട്ടാൻ ഡിവിഷൻ സംഭവിച്ചു, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ ഗൊറില്ലയുടെ ഡിവിഷൻ സംഭവിച്ചു. പിന്നെ ചിമ്പാൻസി ഡിവൈഡായി ഹ്യൂമൻ ലൈൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ ആസ്ട്രലോപിത്തക്കസ്, ഹോമോ ഹാബിലസ്, ഹോമോ ഹൈഡൽബർഗൻസിസ്. അവിടെ ആസ്ട്രലോപിത്തക്കസ്, ഹോമോ ഹാബിലസ്. പിന്നെ സംഭവിക്കുന്നതാണ് നമുക്കിപ്പം ഈ വീഡിയോ നോക്കാൻ പോകും. അവിടെ ആസ്ട്രലോപിത്തക്കസ്, ഹോമോ ഹാബിലസ്. പിന്നെ സംഭവിക്കുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാൻ പോവുകയാണ്. ഇതിൽ ഓരോ സ്പീഷീസുകളും എടുത്ത് പറയുന്നൊരു വീഡിയോ ഉടനെ വരുന്നതാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോ ചെക്ക് ചെയ്യുമല്ലോ. ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഹോമോ ഹാബിലസ് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഹോമോ ഹൈഡൽബർഗൻസിസ് ആണ്. നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള ഹോമോ നിയാൻഡർതാലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവർക്കെല്ലാം ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു. ഹോമോ നിയാൻഡർതാൽ, ഹോമോ സാപ്പിയൻ. ഇനി അവിടെ ഡെനിസോവൻ എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്താണെന്ന് പറയാം. ഇവർക്കെല്ലാം ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായതാണ് ഹോമോ ഹൈഡൽബർഗൻസിസ്. ഹോമോ ഹാബിലസ് കഴിഞ്ഞ് ഹോമോ ഇറക്റ്റസ് ഉണ്ടായി. ഹോമോ ഇറക്റ്റസിൽ നിന്നാണ് ഹോമോ ഹൈഡൽബർഗൻസിസ് ഉണ്ടാകുന്നത്. ഹോമോ ഇറക്റ്റസിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡെവലപ്പായി വന്ന സെയിം ആയിട്ടുള്ള ഗ്രൂപ്പ് തന്നെയാണെന്നും ഒരു തർക്കമുണ്ട്. എങ്കിലും ഹോമോ ഹൈഡൽബർഗൻസിനെ ഒരു സെപ്പറേറ്റ് സ്പീഷീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവരുടെ ഫോസിൽസ് കിട്ടിയിട്ടുണ്ട്. അതിനെ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അവർ പല ഭാഗങ്ങളായിട്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടുണ്ടായിരുന്നു. ഹൈഡൽബർഗിൽ നിന്ന് കിട്ടിയുകൊണ്ടാണ് അവരെ ഹൈഡൽബർഗൻസ് എന്ന് വിളിക്കുന്നത്. അവർ സെപ്പറേറ്റ് സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കോമൺ ആൻസിസ്റ്ററാണ് ആരുടെയൊക്കെ? ഹോമോ സാപ്പിയൻസ്, ഹോമോ നിയാൻഡർതാൽസ് ആൻഡ് ഹോമോ ഡെനിസോവിയൻ. ഈ പിക്ചർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഹോമോ ഹൈഡൽബർഗൻസിസ് ആഫ്രിക്കയിൽ ജീവിച്ചവർ ഹോമോ സാപ്പിയൻസായി മാറി. യൂറോപ്പിൽ ജീവിച്ചവർ ഹോമോ നിയാൻഡർതാൽസായി മാറി. ഇനി ഏഷ്യയിൽ ജീവിച്ചവർ ഹോമോ ഡെനിസോവിനായി മാറി. കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല, അത് ഏകദേശം ഓവർലാപ്പ് ചെയ്ത് കിടന്നതാണ്. എങ്കിലും ഏകദേശം ഫോസിൽസ് കണ്ടെത്തി വെച്ചിട്ടാണ് ഈ രീതിയിൽ പറയുന്നത്.
ഇനി ഡെനിസോവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഒരു സെപ്പറേറ്റ് സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിയാണ്ടർതാൽസിൻ്റെ ഒരു സബ് ഗ്രൂപ്പായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവർ ഡെവലപ്പ് ആയത് ഏഷ്യയിലാണെങ്കിലും നിയാണ്ടർതാൽസുമായിട്ടും ഹോമോ സാപ്പിയൻസുമായിട്ടും പിന്നീട് ഇൻ്റർബ്രീഡിങ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഡെനിസോവിയൻ്റെ DNA അതുപോലെ തന്നെ നിയാണ്ടർതാലിൻ്റെ DNA എല്ലാം ഇപ്പോൾ ഉള്ള ഹോമോ സാപ്പിയനിൽ വന്നിട്ടുണ്ട്. അതായത് ഒരേ സമയത്ത് തന്നെ ഹോമോ സാപ്പിയൻ എന്നൊരു സെപ്പറേറ്റ് സ്പീഷീസ്, ഹോമോ നിയാണ്ടർതാൽ എന്നൊരു വ്യത്യാസമുള്ള സ്പീഷീസ്, ഹോമോ ഡെനിസോവിയൻ എന്ന് കുറച്ച് വ്യത്യാസമുള്ള വേറൊരു സ്പീഷീസ്, ഈ രീതിയിലുള്ള 3 സ്പീഷീസുകൾ ഒരുമിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അതിന് തൊട്ട് മുമ്പ് വരുന്ന ഒരു കോമൺ ആൻസിസ്റ്ററാണ് ഹോമോ ഹെയ്ഡൽബർഗൻസിസ്. അപ്പോൾ അവരിൽ നിന്ന് ഈ 3 സ്പീഷീസും ഉണ്ടായി, പല സ്ഥലങ്ങളിലായിട്ടുണ്ടായി. അവർ തമ്മിൽ പിന്നീട് മീറ്റ് ചെയ്തു. ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് ഹോമോ സാപ്പിയൻസ് പോയിട്ട് അവർ തമ്മിൽ മീറ്റ് ചെയ്തു. ഹോമോ സാപ്പിയൻസ് നിയാണ്ടർതാലിനെയും ഡെനിസോവിയൻസിനെയും ഓവർ ബ്രീഡ് ചെയ്തു. അങ്ങനെ ഹോമോ സാപ്പിയൻസ് കൂടുതൽ എണ്ണം കൂടി നിയാണ്ടർതാൽസും ഡെനിസോവിനും ഇല്ലാതായി. അങ്ങനെയാണ് ഹോമോ സാപ്പിയൻസ് മാത്രം ഇപ്പോൾ ഭൂമിയിലുള്ളത്. ഇനി നമുക്ക് മനുഷ്യൻ ഡെവലപ്പായി വന്ന ബ്രാഞ്ചിങ്ങിൽ അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന ചില സ്പീഷീസുകളെ കുറിച്ച് പഠിക്കാം. ഈ പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ്, അതിൻ്റെ ഡിഫറൻസ്, അതെങ്ങനെയാണ് സാവധാനം ഡിഫറൻസ് ആയി വന്നതെന്നുള്ളത്. ആദ്യം നമുക്ക് ഓസ്ട്രേലിയപിത്തക്കസ് എന്നുള്ള ജീനസിനെ കുറിച്ച് പഠിക്കാം. ഓസ്ട്രേലിയപിത്തക്കസ് അഫാറൻസിസ് 3.9 to 2 മില്യൺ ഇയേഴ്സ് മുമ്പ് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്നവരാണിവർ. നിവർന്നു നടക്കാൻ ശേഷിയുണ്ടായിരുന്ന ഇവർക്ക് ചെറിയ മസ്തിഷ്കവും കുരങ്ങളുടെയും സമാനമായ മുഖവുമായിരുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. മനുഷ്യൻ്റെ ഏറ്റവും പഴയ ആൻസിസ്റ്റർ ഒന്നായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. അടുത്തത് ഓസ്ട്രേലിയപിത്തക്കസ് അഫ്രിക്കാനസ്. ഏകദേശം 3 to 2 മില്യൺ ഇയേഴ്സ് മുമ്പ് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്നവരാണ്. മുൻ വർഗ്ഗങ്ങളെക്കാൾ അല്പം കൂടി വലിയൊരു തലയും മനുഷ്യൻ്റെ സമാനമായ സവിശേഷതകൾ ഇവർക്കുണ്ടായിരുന്നു. ഹോമോ വർഗ്ഗത്തിൻ്റെ നമ്മളടങ്ങുന്ന വർഗ്ഗത്തിൻ്റെ എവല്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഇവരാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. പാരാന്ത്രോപ്പസ് ജീനസിനെ കുറിച്ചാണ് പിന്നെ കടന്നിരിക്കുന്നത്. അവൻ്റെ അത് 2 എണ്ണമാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ പാരാന്ത്രോപ്പസ് ജീനസ് മനുഷ്യൻ, അത് ഹോമോസാപ്പിയൻ്റെ ആ ഒരു ബ്രാഞ്ചിങ്ങിൽ വരുന്നതല്ല, വേറെ സെപ്പറേറ്റ് ബ്രാഞ്ചായി പോയതാണ്. പക്ഷേ അവരെ നമ്മളെപ്പോലെ തന്നെ ഡെവലപ്പായി വന്ന ഒരു സ്പീഷീസ് ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. പാരാന്ത്രോപ്പസ് എത്യോപ്പിക്കസ് ആണ് ആദ്യം വരുന്നത്. ശക്തമായ താടിയലുകളും വലിയ പല്ലുകളും കരുത്തൊറ്റ ശരീരപ്രകൃതിയുള്ള ഒരു ഹൊമിനായിരുന്നു ഇവർ. ഏകദേശം 2.7 to 3.3 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ഇവർ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ പാരാന്ത്രോപ്പസ് ബോസൈ കഠിനമായ സസ്യഭക്ഷണങ്ങൾ കഴിക്കാൻ പ്രാവീണ്യം നേടിയവരായിരുന്നു ഇവർ. ഇനി ഹോമോ ജീനസിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ളതാണ് ഹോമോ ഹാബിലസ്. ഹോമോ വർഗ്ഗത്തിലെ ഏറ്റവും ആദ്യകാല അംഗങ്ങളൊന്നാണ് ഇവർ. 2.4 to 1.4 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ഇവർ ഡെവലപ്പ് ആവുന്നത്. ഹോമോ റോഡോൾഫൻസിസ് ഏകദേശം 2.4 to 1 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ഇവർ ജീവിച്ചിരുന്നത്. ഇവരുടെ ക്ലാസിഫിക്കേഷൻ ഇപ്പോഴും പല തർക്കങ്ങൾക്കും ഇടയാകുന്ന കാര്യമാണ്. എങ്കിലും ഇവരുടെ ഫോസിൽസ് ലഭിച്ചതനുസരിച്ചാണ് ഇവരുടെ ഈ ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഹോമോ എർഗാസ്റ്റർ ആധുനിക മനുഷ്യന് സമാനമായ ശരീരഘടനയുള്ള ഒരു ആദ്യകാല ആഫ്രിക്കൻ വർഗ്ഗമാണ് ഇവർ. 1.9 to 1.4 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ഇവർ ജീവിച്ചിരുന്നത്. ഇവർ തീ ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഹോമോ ഇറക്ടസിൻ്റെ ആൻസിസ്റ്റർ ആയിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. അടുത്താണ് ഹോമോ ഇറക്ടസ്. മനുഷ്യനുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ആയിട്ടുള്ള സ്പീഷീസാണ്. ഏകദേശം 1.9 മില്യൺ ഇയേഴ്സ് മുതൽ 1 ലാക്ക് വർഷം മുമ്പ് വരെ ജീവിച്ചിരുന്ന ഇവർ വളരെ വിജയകരമായ ഒരു വർഗ്ഗമാണ് ഇവർ. ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് ഓടി, അതായത് ആഫ്രിക്കയിലാണ് ഈ പറഞ്ഞ വർഗ്ഗങ്ങളെല്ലാം ഡെവലപ്പ് ആയി വരുന്നത്. അവിടുന്ന് പുറത്തേക്ക് ഓടിയേറി യൂറോപ്പ്, ഏഷ്യ റീജിയനിലേക്ക് പോയ ആദ്യകാല വർഗ്ഗമാണ് ഇവർ. ഇവർ കൂടുതൽ വികസിതമായ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഹോമോ റോഡേസിയൻസിസ് ഹോമോ ഇറക്ടസിനും ആധുനിക മനുഷ്യനും ഇടയിൽ സവിശേഷത പ്രകടിപ്പിക്കുന്ന ഒരു ആഫ്രിക്കൻ വർഗ്ഗമാണ് ഇവർ. ഏകദേശം 3 ലക്ഷം വർഷം തൊട്ട് 1.25 ലക്ഷം വർഷം മുമ്പ് വരെയുള്ള ആ ഒരു സമയത്താണ് ഇവരുണ്ടായിരുന്നത്. ഇവർ ഹോമോ സാപ്പിയൻസിന് നേരിട്ടുള്ള ആൻസിസ്റ്റർ ആയിരിക്കാമെന്നാണ് കണക്കാക്കുന്നത്. ഹോമോ നിയാണ്ടർതാൽസിസ് ഒരിക്കലും ഈ ഹോമോസാപ്പിയൻ്റെ നേരിട്ടുള്ള ആൻസിസ്റ്റർ അല്ല. ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഒരേപോലെ 2 ബ്രാഞ്ചിങ് ആയി വന്നിരുന്ന ഒരേ സമയത്തുണ്ടായിരുന്നവരാണ് ഹോമോസാപ്പിയൻസും നിയാണ്ടർതാൽസും. ഹോമോ നിയാണ്ടർതാൽസ് യൂറോപ്പിലും പിന്നെ കുറച്ച് ഏഷ്യയിലുമായിട്ടാണ് കാണപ്പെടുന്നത്. 4 ലക്ഷം വർഷം തൊട്ട് 40,000 വർഷം മുമ്പ് വരെയും ഇവർ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവർ ശാരീരികമായി കരുത്തരും ബുദ്ധിമാന്മാരുമായിരുന്നു. ആയുധങ്ങൾ ഉപയോഗിക്കുകയും മരിച്ചവരെ അടക്കം ചെയ്യുകയും ചെയ്തിരുന്ന ഇവർ ഹോമോസാപ്പിയൻസുമായിട്ട് ഇൻ്റർബ്രീഡ് ചെയ്തിരുന്നു. ഇനി ഹോമോസാപ്പിയൻസ് നമ്മൾ വരുന്ന സ്പീഷീസ് ആയിട്ടുള്ള ഹോമോസാപ്പിയൻസ് ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലാണ് ഉത്ഭവിച്ചത്. ഉയർന്ന ബുദ്ധിശക്തി, ഭാഷ, സംസ്കാരം എന്നിവയുള്ള ഇവർ മാത്രമാണ് ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്ന ഏക മനുഷ്യവർഗ്ഗം. ബാക്കി നമ്മൾ ഈ പറഞ്ഞ എല്ലാ മനുഷ്യവർഗ്ഗവും പൂർണ്ണമായിട്ടും എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ട്. ഇന്നുള്ളത് ഹോമോസാപ്പിയൻസ് മാത്രമാണ്. പക്ഷേ ഹോമോസാപ്പിയൻസിനൊപ്പം ജീവിച്ചിരുന്നവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവരുടെ പിക്ചേഴ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അവരുടെ ഒരു ബ്രാഞ്ചിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊന്ന് പഠിക്കാം. ഈ ഒരു പിക്ചർ നോക്കൂ. കൃത്യമായിട്ട് ലഭിച്ചിരിക്കുന്ന ഫോസിൽസിൻ്റെ ഫോട്ടോ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ പിക്ചറിൽ കൃത്യമായിട്ട് ബ്രാഞ്ചിങ് ഉണ്ട്. എങ്ങനെയാണ് ഹ്യൂമൻ അല്ലെങ്കിൽ ഹോമോസാപ്പിയൻ എന്നുള്ള മോഡേൺ ഹ്യൂമൻസിലേക്ക് എത്തുന്നുള്ള കൃത്യമായിട്ടുള്ള ബ്രാഞ്ചിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫോസിൽസിനെ ബേസ് ചെയ്ത്. ആസ്ട്രലോപിത്തക്കസ് അഫ്രാൻസിസ് ഒരു കോമൺ ആൻസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ അവിടുന്ന് പാരാന്ത്രോപ്പസ് പോലുള്ള ജീനസുകൾ ഡെവലപ്പായി വേറൊരു ബ്രാഞ്ചായി പോയി. അവിടുന്ന് ആസ്ട്രലോപിത്തക്കസ് ആഫ്രിക്കാനസ് എന്നൊരു സ്പീഷീസ് ഡെവലപ്പ് ആവുന്നു. അത് വീണ്ടും ഡിവൈഡ് ആവുന്നുണ്ട്. റുഡോൾഫൻസിസ് ആവുന്നു. അതുപോലെ ഹോമോ ഹാബിലസ് ആവുന്നു. നമ്മൾ നോട്ടബിൾ ആയിട്ടുള്ളൊരു സ്പീഷീസ് ആയിട്ട് നമ്മളെപ്പോഴും പറയുന്ന ഒന്നാണ്. ആസ്ട്രലോപിത്തക്കസ് കഴിഞ്ഞിട്ട് വരുന്ന ഒന്നാണ് ഹോമോ ഹാബിലസ്. ഹോമോ ജീനസിലേക്ക് വന്നിരിക്കുകയാണ്. ഹോമോ ജീനസിൽ അടുത്ത് വരുന്ന ഹോമോ എർഗാസ്റ്റർ. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞു കുറച്ച് മുമ്പ്.
ഇനി വരുന്നത് ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്. ഹോമോ ഇറക്ടസ് കഴിഞ്ഞിട്ട് ഹോമോ ഹേഡൽബർഗൻസ് പറയുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹോമോ നിയാൻഡർതാൽസിന് ഹോമോ സാപ്പിയൻസിൻ്റെ ഒരു കോമൺ ആൻസിസ്റ്ററായിട്ട് പറയുകയാണ്. അവിടെ വെച്ചാണ് അവർ ഡിവൈഡ് ആവുന്നത്. ഒന്ന് ഹോമോ നിയാൻഡർതാലായി മാറി യൂറോപ്പ് റീജിയനിൽ, മറ്റൊന്ന് ഹോമോ സാപ്പിയനായി മാറി ആഫ്രിക്കൻ റീജിയനിൽ. ഈ ആഫ്രിക്കൻ റീജിയനിലുള്ളവരാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ അവർക്ക് ഹോമോ നിയാൻഡർതാൽസിൻ്റെയും അതുപോലെ തന്നെ മുൻപുള്ള എല്ലാ ഹോമോ ജീനസിൽ വരുന്നവരുടെയും DNA ചെറിയ രീതിയിലുള്ള അളവുകൾ അവരുടെ DNA അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രോപ്പറായിട്ടുള്ളൊരു ഹ്യൂമൻ എവല്യൂഷൻ. ഇങ്ങനെ എവല്യൂഷൻ സംഭവിച്ചാണ് ഹോമോ സാപ്പിയൻസ് എത്തിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉടനെ വരുന്നതാണ്, ഷോർട്സും വരുന്നതാണ്. കൃത്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഹോമോ സാപ്പിയൻസ് ഡെവലപ്പ് ആയത്, അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ ഇൻ്റർമീഡിയറ്റ് സ്പീഷീസിൻ്റെയും കൃത്യമായിട്ടുള്ള വീഡിയോ അടക്കം വരുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.